ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ആഗോള കത്തോലിക്ക സഭ ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവം മനുഷ്യനോട് കാട്ടിയ ഏറ്റവും വലിയ കരുണ ഈ തിരുനാളിൽ അനുസ്മരിക്കപ്പെടുകയാണ്. സ്വർഗം വിട്ട് ദൈവപുത്രൻ ഭൂമിയിലിറങ്ങി വന്ന് തന്നെ ബലിയായി നൽകിയ ഓർമ്മയുടെ തിരുനാൾ. അതിനേക്കാളും വലിയ കരുണ ഈ ഭൂമിയിൽ ആർക്കാണ് കാട്ടാനുള്ളത്? സ്നേഹത്തിന് വേണ്ടി ഏതൊരറ്റം വരെ പോകണമെന്ന് ചോദിച്ചാൽ അത് മരണത്തോളം പോകണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ ആ കാരുണ്യം ദിവ്യകാരുണ്യം തന്നെയാണ്. ആ കാരുണ്യം കാട്ടിയവനെ ദിവ്യകാരുണ്യമെന്നല്ലാതെ മറ്റെന്ത് പേരുകൊണ്ടാണ് വിളിക്കേണ്ടത്? ഈ തിരുനാളിൻ്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും നൽകുന്നത് എത്രത്തോളം കരുണ കൊണ്ട് ഈ ഭൂമിയെ പൊതിഞ്ഞു പിടിക്കാനാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. സാധാരണഗതിയിൽ രണ്ട് രീതിയിലെ പ്രിപ്പറേഷനെ പറയാറുണ്ട്. ഒന്ന് മീഡിയേറ്റ് പ്രിപ്പറേഷൻ, രണ്ട് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ. ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാലങ്ങളെടുത്തുള്ള ഒരുക്കത്തെയാണ് മീഡിയേറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിലെ പ്രിപ്പറേഷനാണ് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. യേശു തന്നെ അപ്പമാക്കി തീർത്തത് മീഡിയറ്റ് പ്രിപ്പറേഷനായിരുന്നോ ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷനായിരുന്നോ? വളരെ കൃത്യമായിട്ട് പറയാവുന്ന ഉത്തരം മീഡിയറ്റ് പ്രിപ്പറേഷനായിരുന്നു. കാര്യം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വിശപ്പിൻ്റെ പേരിലാണ് ആദ്യം ഭൂമിയിൽ പാപം ഉടലെടുക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തിൻ്റെയും ഹവ്വയുടെയും സംഭവത്തിൽ മാത്രമല്ല, പിന്നീട് ഏസാവ് തൻ്റെ വലിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലും വിശപ്പിൻ്റെ പേരിലാണ്, ഒരു പാത്രം പായസത്തിൻ്റെ പേര്. അതിനുശേഷം ദൈവത്തിനെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നതും മരുഭൂമിയിൽ വെച്ച് വിശപ്പിൻ്റെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, വിശപ്പിൻ്റെ പേരിലാണ് പാവം ഈ ഭൂമിയിൽ വന്നത്. വിശപ്പിൻ്റെ പേരിലാണ് ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തിനെതിരെ പോലും മനുഷ്യർ പിറുപിറുത്തിട്ടുള്ളത്. ഇങ്ങനെ പഴയ നിയമ ചരിത്രത്തിൽ മുഴുവനും വിശപ്പ് എല്ലാ കാലത്തും നഷ്ടങ്ങളുടെയും വലിയ തകർച്ചയുടെയും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് ഒരു കാര്യം നന്നായിട്ടറിയാം, നഷ്ടപ്പെട്ടു പോയ ആ ദൈവസ്നേഹത്തെ തിരിച്ചു പിടിക്കാൻ ഒരു വിശപ്പ് കൊണ്ട് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. എങ്ങനെയാണോ പാവം ഉടലെടുത്തത്, ആ പാപത്തെ മോചിപ്പിക്കാനും ഇനി മറ്റൊരു വിശപ്പിന് സാധിക്കണം. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ പുത്രനായ ദൈവം ഭൂമിയിൽ ജാതനാകുന്നത് ഈ ഒരു വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ പൊന്നുതമ്പുരാൻ നേരിട്ട ആദ്യത്തെ പ്രലോഭനം പോലും വിശപ്പിൻ്റെ പേരിലായിരുന്നല്ലോ. ആ കാലഘട്ടത്തിലാണ് യേശു ആദ്യമായി ഈ ഒരു ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ്റെ ഒരുക്കം ആരംഭിക്കുന്നത്. 5 അപ്പം 5000 പേർക്കായി വിഭജിക്കുന്നു. ഇത് ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗമാണ്. ഇത് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും തെളിച്ചം കിട്ടണം. ഇത് ഒരു സമയത്തെ വിശപ്പിന് വേണ്ടിയുള്ള ഒരുക്കമല്ല, മറിച്ച് ക്രിസ്തു ആദ്യമായി തൻ്റെ മുമ്പിലിരുന്ന വലിയൊരു ജനാവലിക്കും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നു. 5 അപ്പം ക്രിസ്തു സ്വർഗത്തിലേക്ക് ഉയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്തപ്പോൾ അപ്പത്തിന് രൂപമാറ്റം സംഭവിച്ചു. അത് അനേകമായി വർദ്ധിച്ചു. ഇത് ആദ്യത്തെ പാഠമാണ്. കാരണം പെട്ടെന്നൊന്നും ദിവ്യകാരുണ്യത്തിൻ്റെ പാഠം ഉൾക്കൊള്ളാൻ തക്കവിധത്തിൽ മനുഷ്യർക്ക് അങ്ങനെയൊന്നും കഴിയില്ല. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നത്? സുവിശേഷങ്ങളിലെ താളുകൾ എങ്ങനെ മറച്ചു നോക്കിയാലും ഒരു കാര്യം മനസ്സിലാവും, യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കിടയിലും ആർക്കെങ്കിലൊക്കെ ഒരു നന്മ ഉണ്ടായിട്ടുണ്ട്. നന്മ ഉണ്ടാകാത്ത ഒരു അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളത്തിന് മുകളിൽ കൂടെ നടന്ന അത്ഭുതമാണ്. എങ്കിലെന്തിനായിരുന്നു ക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നത്? അത് മറ്റൊരു വലിയൊരു ദിവ്യകാരുണ്യത്തിൻ്റെ പാഠമാണ്. തൻ്റെ ശരീരം അല്പം പോലും ഭാരമില്ലാതാക്കാൻ കഴിയുമെന്ന് വലിയൊരു ഓർമ്മപ്പെടുത്തൽ. വെള്ളത്തിന് മുകളിലൂടെ നിൽക്കണമെങ്കിൽ അതിന് ഭാരമില്ലാതാകാൻ കഴിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ തൻ്റെ ശരീരത്തിന് അല്പം പോലും ഭാരമില്ലാതെ ഈ ഭൂമിയിലാകാനാകുമെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ 2ാമത്തെ പാഠമാണ്. അങ്ങനെ മാറ്റത്തിൻ്റെയും ശരീരത്തിൻ്റെ ഭാരമില്ലാതാകുന്നതിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തു വളരെ കൃത്യമായി അത്താഴമേശയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമൊത്ത് അപ്പം പങ്കിടുമ്പോൾ കാര്യങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അന്നും ക്രിസ്തു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിഭജിച്ചു. അപ്പത്തിന് മാറ്റം സംഭവിക്കുന്നു. അപ്പത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ആ അപ്പത്തിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പം മുറിക്കുന്നതിലൂടെ തന്നെ ഈ ഭൂമിക്ക് പകുത്തു നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഇതാണ്:
സ്നേഹം ഇമ്മീഡിയറ്റ് അല്ല. കാലങ്ങളോളം ഹൃദയത്തിൽ കരുതി വെച്ച എല്ലാ നന്മകളുടെയും കൃപകളുടെയും പുറത്തു വരുന്ന ഒരു കാത്തിരിപ്പിൻ്റെ ഇടപെടലാണ് സ്നേഹം. അതുകൊണ്ട് തന്നെ കൂടെയുള്ള മനുഷ്യർക്കൊക്കെ ഇനി നമ്മളും കാരുണ്യമായി മാറണം. കാത്തിരുന്ന് കിട്ടിയ സ്നേഹത്തിനും കരുതലോടെ സൂക്ഷിക്കുന്ന സ്നേഹത്തിനുമൊക്കെ ഇനി നമുക്ക് നൽകാവുന്ന സ്നേഹം മുറിയപ്പെടുവോളം പകുത്തു നൽകുക എന്നുള്ളതാണ്. എത്രത്തോളം മുറിയപ്പെടാനാകുമോ, എത്രത്തോളം നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താനാകുമോ, അതെല്ലാം ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് സമാനമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവ്യകാരുണ്യ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു കാരുണ്യമായി പ്രിയപ്പെട്ടവർക്ക് മാറുക എന്നുള്ളതാണ്. നഷ്ടപ്പെടുവോളം മുറിയപ്പെടുക, വേദനിക്കുവോളം തന്നെ സമർപ്പിക്കുക. ആ സ്നേഹത്തെ ഈ ഭൂമി വിളിച്ച പേരാണ് കാരുണ്യം. ദിവ്യകാരുണ്യത്തോളം നമ്മുടെയൊക്കെ ജീവിതവും കാരുണ്യമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ, സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്കാരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ. നിന്നിൽ വളർന്നിടാൻ
അഴിയാനുണ്ടേറെ ഞാൻ. സർവം നീ തന്ന പോൽ നൽകാനുണ്ടേറെ ഞാൻ. നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ. സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം. വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം. സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം. വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം. അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്കാരാധന. ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ. സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ. നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ.